ഇന്ന് നമ്മൾ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മളിപ്പോൾ പെട്രോളിങ്ങിന് ഇറങ്ങുകയാണ്. ഏതാണ്ട് 45ഓളം വരുന്ന ടീമംഗങ്ങളുള്ള ഒരു പെട്രോളിംഗ് ടീമാണ് ഇന്ന് ഇറങ്ങുന്നത്. ആ ഭാഗങ്ങളിലും ഇന്ന് മാക്സിമം ഡ്രോണും RRT, കൽപ്പറ്റ, മേപ്പാടി RRT ടീമുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പെട്രോളിംഗ് നടക്കുന്നത്. RRTകളും കൽപ്പറ്റ, മേപ്പാടി, അതുപോലെ തന്നെ വൈത്തിരി ഫോറസ്റ്റ് സ്റ്റേഷൻ, മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫുകളും വെറ്റിനറി യൂണിറ്റ്, കുങ്കിയാന ടീം എല്ലാം ചേർന്നുള്ള ഒരു ഓപ്പറേഷനാണ് ഇന്ന് നമ്മൾ നടത്തിയത്. ഈ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കെ എന്നൊരു ഇൻഫർമേഷൻ കിട്ടി. കുപ്പച്ചി ഭാഗത്ത് ഒരു ആനക്കൂട്ടം മൂവ് ചെയ്യുന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്ത് നമ്മൾ കുങ്കി സ്ക്വാഡ് മൊത്ത് ചെന്ന് പരിശോധിക്കുകയുണ്ടായി. അവിടെ ചെന്നതിൽ ആനക്കൂട്ടം മൂവ് ചെയ്തതായിട്ട് നമുക്ക് പ്രസൻസ് കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് നമുക്ക് വ്യൂ കിട്ടിയിട്ടില്ല. അപ്പം ആ ഒരു ഗ്രൂപ്പിനെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടീമിനെ നമ്മളവിടെ നിയോഗിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ മറ്റുള്ള ഈ സംഘങ്ങൾ പരിശോധന നടത്തി വരികയാണ്. മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടും പട്രോളിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടും ഒരു താൽക്കാലിക RRTയെ നിയോഗിക്കുന്നത് നമ്മൾ ഇന്നു മുതൽ നിയോഗിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വനമേഖലകളിലൂടെ കടന്നു പോകുന്ന റോഡ് സൈഡിൽ ഒരു ഇൻഫർമേഷൻ, ഒരു ബോർഡ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സൂചനാ ബോർഡുകളൊക്കെ ഇന്ന് തന്നെ നമ്മൾ സ്ഥാപിക്കും. ഈ ലൈറ്റുകളില്ലാത്ത വനമേഖലയോട് ചേർന്നുള്ള റോഡുകളിലും മറ്റും നമ്മൾ ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ആ ഭാഗത്ത് ലൈറ്റ് സ്ഥാപിക്കുന്നതായിരിക്കും. കൂടാതെ 45ഓളം വരുന്ന ദൗത്യ സംഘങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനം നമ്മൾ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളതും. അതുപോലെ തന്നെ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയിട്ട് പുലരുവോളം പരിശോധനകളും രാത്രികാല പരിശോധനകളും ഈ സംഘങ്ങൾ നേതൃത്വത്തിൽ നടത്തുന്നതായിരിക്കും.